Hello, welcome back to my channel, and I'm your Saba Goddess. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോ സോറി. നമ്മൾ ഇവിടെ ഫ്ലട്ടറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തു പോവായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കും അതേപോലെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 22 വീഡിയോസ് ഒരു 1 മന്ത് ബാക്കാന്ന് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടൊക്കെ. അതെ. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് തൊട്ടത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ ഫസ്റ്റത്തെ വീഡിയോ ഒരു 1K വ്യൂസ് ഉണ്ടായി. ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് അതാണ് കേട്ടോ. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്ട്, നമ്മുടെ ഇവിടെ ചാനൽ പേര് കണ്ടോ അവിടെ, ബഗ്ബാണ്ടി POC വീഡിയോ, അതിൻ്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ കുറേ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കോഴ്സസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, BA ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, എങ്ങനെയാണ് നിങ്ങളപ്പോൾ ട്രെയിനിങ് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്തു, എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, അത് ഞാൻ ലിങ്ക്ഡിനിൽ പോയി പോസ്റ്റ് ചെയ്തു. അതിലാണെങ്കിൽ കുറേ ചീത്ത പറഞ്ഞിട്ടുള്ള മെസ്സേജ്, കുറേ ഹിന്ദിക്കാരാണ് കേട്ടോ, കുറേ ചീത്ത പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വന്നു. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടു. അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കാണോ എനിക്കാണോ അറിവ് കൂടുതൽ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെല്ലുവിളിക്കായിരുന്നു. അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായി അവർ ലീഗൽ നോട്ടീസ് അയക്കുന്നതായി, അവരുടെ കമ്പനീനെ കുറിച്ചിട്ട് പൊട്ട പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, ഫേക്കാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗൽ നോട്ടീസ് അയക്കുന്നു പറഞ്ഞിട്ടായി. അതേപോലെ പല പല നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ചീത്ത പറയായിരുന്നു. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, എൻ്റെ മൊബൈൽ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും അവർ എന്ത് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തു. എല്ലാത്തിലും ഭയങ്കര പൊട്ട പൊട്ട മെസ്സേജസും കമൻസ് ഒക്കെ വരണേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചാനൽസിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊക്കെ ഒന്ന് ഞാൻ മാറ്റി, തൽക്കാലം ഒന്ന് മാറ്റാന്ന് വെച്ചതായിരുന്നു. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവരതേ എൻ്റെ പേരും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടു, ഡോക്ടർ സൈബർ ഗോഡസ് എന്നുള്ളത് ഇവരുടെ ചാനലിൽ കൊണ്ടിട്ടു. ഓക്കെ. അതേപോലെ ഞാൻ ലിങ്ക്ഡിൻ ഒക്കെ കളഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയതായിട്ടൊരു ലിങ്ക്ഡിൻ ക്രിയേറ്റ് ചെയ്തതാണിത്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്തിടാം. ഇൻസ്റ്റാഗ്രാം എനിക്ക് തിരിച്ച് കിട്ടി, ഈ ഒരു ഹാൻഡിലിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിലപ്പോൾ കൊടുക്കുന്നത് ഞാൻ. ഇത് മാത്രം കിട്ടിയില്ല എനിക്ക്, ഇത് ഡോക്ടർ സൈബർ ഗോഡസ് എന്നായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഞാൻ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഈ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പേഴ്സണേഷൻ ആണ്, എൻ്റെ അക്കൗണ്ടിനെ സിമിലർ ആയിട്ടാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യം ഉണ്ടാവില്ല, കുറച്ചധികം ആൾക്കാർ ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹാൻഡിൽ എനിക്കൊന്ന് തിരിച്ചു തരാം. ഓക്കെ. ഞാൻ അവരെ വിളിച്ചു, മെസ്സേജ് അയച്ചു, അവരൊന്നും റിപ്ലൈ തരുന്നില്ല. ഞാൻ ഇവരാരാന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. വേണ്ടല്ലേ? വേണ്ട, അവരുടെ ഇതെന്നത് ഞാൻ പറഞ്ഞു തരണേ. ഇവരാരാന്ന് എനിക്കറിയാം, അവരുടെ ലിങ്ക്ഡിനിലൊക്കെ ഉള്ളതാണ്, ഞാനായിട്ട് പറയുന്നില്ല. ഓക്കെ. സോ പിന്നെ ഒരു കേസും കൂടിയുണ്ട്. ഞാനിവിടെ എൻ്റെ വേറൊരു ചാനലുണ്ട്, അതിൽ ഞാൻ ലൈവ് ക്ലാസ്സസിൻ്റെ റെക്കോർഡിങ്സ് ഇടുന്ന ചാനലായിരുന്നു. അപ്പോൾ ഇത് ഡോക്ടർ.സൈബർ ഗോഡസ് എന്നുള്ള ചാനലാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. കാരണം നമ്മുടെ ഈ ഫ്ലട്ടറിൻ്റെ ബാലൻസ് ഇതിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് ഇതിൻ്റെ ഹാൻഡിൽ കിട്ടിയില്ലെങ്കിൽ ഈ ചാനലായിരിക്കും പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ഇവിടെ ഹോമിൽ 1 സെക്കൻഡ് താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഫീച്ചേർഡിലുണ്ടായിരിക്കും എൻ്റെ ഈ ചാനൽ. അപ്പം എനിക്ക് ആകെ കൂടി ഈ 2 ചാനൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേര് ഒന്നെങ്കിൽ നിമിഷ ഡിവിസെന്നോ അല്ലെങ്കിൽ വേറെ സൈബർ ഗോഡസ് ഒരു കുത്തും കോമയൊക്കെ കൂടുതൽ ഇട്ടിട്ടൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ജസ്റ്റ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ 2 ചാനലും. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മിക്സിൻസിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ, കുറേ നാളായി, അപ്പോൾ ഏതടുത്തേന്നുള്ളത് അങ്ങനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. കളക്ഷൻ ഒബ്ജക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, മാപ്പിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു, ക്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഗെറ്റർ ആൻഡ് സെറ്റർ. ഗെറ്ററും സെറ്റർ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇത് ഒരു സ്പെഷ്യൽ ക്ലാസ് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു ക്ലാസ് ഫീൽഡിലോട്ട് ഒരു വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാനും അതേപോലെ വാല്യൂസ് റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച്
മെത്തേഡ്സ് എന്നാണ് ഇതിനെ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയാം. ഇത് രണ്ടും വരുന്നത് ഈ എൻകാപ്സുലേഷൻ്റെ അണ്ടറിലായിരിക്കും ഈ രണ്ട് മെത്തേഡ്സും വരുന്നുണ്ടായിരിക്കാം. ഗെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അതിൽ പാരാമീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല, നമുക്കൊരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ ഒരു വാല്യൂ റിട്ടേണും ചെയ്യുന്നുണ്ടായിരിക്കും. സെറ്ററിൽ വരുമ്പോൾ എന്താണ്, സെറ്റ് കീവേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും, അതിൽ റിട്ടേൺ വാല്യൂ ഉണ്ടാവത്തില്ല. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വേണമെങ്കിൽ ഒരു സാമ്പിൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതേപോലെ സ്ട്രിങ് ഏജ് കൊടുക്കണം. നള്ളബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ ഗെറ്റ് മെത്തേഡ് കൊടുക്കാം. എന്ത് ചെയ്യാം, സ്ട്രിങ് ഗെറ്റ് മൈ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കണം. അപ്പൊ ഇവിടെ എറർ വരണം കണ്ടോ, കാരണം എന്താ, ഇവിടെ നമ്മൾ കൊടുത്തു നോക്കണത് സ്ട്രിങ് നള്ളബിൾ ആണ്, പക്ഷെ ഇവിടെ നമ്മൾ നോർമൽ സ്ട്രിങ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് എറർ വരണം. എന്ത് ചെയ്യുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എറർ പോയി. ഇനി അതിൽ എന്ത് ചെയ്യുക, റിട്ടേൺ നെയിം കൊടുക്കാം. ഇതാണ് ഗെറ്റ് മെത്തേഡിൽ വരുന്നുണ്ടായിരിക്കാം. ഒരു ഗെറ്റ് മെത്തേഡ് കൂടി നമുക്ക് എഴുതാം. സ്ട്രിങ് ഗെറ്റ് മൈ ഏജ്. സെയിം വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ സെറ്റ് മെത്തേഡ് ഇങ്ങനെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏജ് സ്ട്രിങ്ങാണ് ഞാൻ കൊടുത്തല്ലേ, കുഴപ്പമില്ല, അത് നമുക്ക് ഇൻറ്റു കൊടുക്കണമെങ്കിൽ ഇൻറ്റു കൊടുക്കാം. ഇൻറ്റു കൊടുക്കണം, ഇവിടെ ഇൻറ്റു കൊടുക്കണം, അപ്പോൾ അതിൻ്റെ എറർ പോയി. ഓക്കെ, ഇങ്ങനെ സെറ്റ് മെത്തേഡിന് നമുക്ക് റിട്ടേൺ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സെറ്റ് മൈ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനുള്ളിലൂടെ ഒരു ഏതാണോ പാരാമീറ്റർ ആ പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നു. സ്ട്രിങ് നെയിം എന്നുള്ളത് പാസ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, ആ ഒരു വാല്യൂ ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണോ? എവിടെയായിരുന്നു the return type of getter my name is string, subtype of string in my name. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് എന്ന് കൊടുത്തു, ഇങ്ങനെ കൊടുത്തുല്ലോ, ഇതല്ലാതെ വേറെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്. ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡും കൂടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ലേറ്റ് സ്ട്രിങ് മാർക്ക് അല്ലെങ്കിൽ ലൊക്കേഷൻ, അത് രണ്ടും സിമിലർ ആണ്. ലേറ്റ് എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നള്ള് പോലെ തന്നെ, നള്ളിൽ എന്താണ്, ഇവിടെ നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, പിന്നീടായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിലും അതെന്താണ്, ഇവിടെ നമ്മൾ ഡയറക്റ്റ് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, പിന്നീടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. രണ്ടും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഗെറ്റ് എന്തിനാണ്, ഒരു വാല്യൂ ഫെച്ച് ചെയ്തെടുക്കാനും, സെറ്റ് എന്തിനാണ്, ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇത് രണ്ടും വരുന്നത് ഇതിലാണ്, നമ്മുടെ എൻകാപ്സുലേഷൻ്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ഫ്ലട്ടറിലൊക്കെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ബൾക്കായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 31 hours വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നില്ല, ഓരോരോ ടോപ്പിക്കായിട്ട് മനസ്സിലാക്കി പോകുന്നവരുണ്ടായിരിക്കും. കാരണം നമ്മളെ കുറേ പേർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് കുറച്ച് 10 to 15 minutes വീഡിയോ എന്ന രീതിയിൽ ചുരുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. പിന്നെ ഇത് ഈ ഒരു ചാനലൊന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ഈ ഒരു ചാനലും അതേപോലെ എന്താണ്, ദിസ് വൺ ഓൾസോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കുക, മാറിപ്പോലെ. സോ യെസ്, ദാറ്റ്സ് ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ.